പൾസർ NS400Z ഈ ഒരു ബൈക്ക് ഇറങ്ങിയപ്പോൾ തൊട്ട് എല്ലാവർക്കും പരാതിയായിരുന്നു. കാണാൻ 200 NS പോലെയാണ്, കുറച്ചും കൂടി സൈസ് വേണമായിരുന്നു, ഡോമിനാൻറ്റ് 400 എഞ്ചിൻ എന്തിനാണ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് ഫുൾ പരാതി. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, 10 കൊല്ലം മുന്നേ KTM 390 ഡ്യൂക്ക് വന്ന പ്രൈസ് എന്തായിരുന്നോ ആ ഒരു സെയിം പ്രൈസിനാണ് ഇപ്പോൾ 2024 NS400Z ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ കിട്ടുന്നത് ഡോമിനാർ 400ൻ്റെ സെയിം എഞ്ചിൻ ആണെങ്കിൽ പോലും ഈ ഒരു ബൈക്ക് ഡോമിനാറിനെക്കാട്ടിലും 15 കിലോ ലൈറ്ററാണ്. കമ്പയർ ടു ലാസ്റ്റ് ജനറേഷൻ 390 ഡ്യൂക്ക് 8 കിലോ മാത്രമാണ് കൂടുതൽ വരുന്നുള്ളൂ. ആൻഡ് കമ്പയർ ടു NS200 വെറും 2 കിലോ ആണ് ഇവിടെ എക്സ്ട്രാ വരുന്നുള്ളൂ. സോ ഇതെല്ലാം കൂടി പെർഫോമൻസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമോ? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. അതായിരുന്നു NS400Zയുടെ 0 to 100 ടൈംസ്. ഇനി നമുക്ക് കാണാനുള്ളത് ഡോമിനാർ 400ൻ്റെ 0 to 100. അപ്പോൾ NS400Zയുടെ പെർഫോമൻസിനെ പറ്റി ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ധാരണയായി കാണുമല്ലോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ലുക്സാണ്. സത്യം പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിൽ നന്നാക്കാമായിരുന്നു എന്ന് ചോദിച്ചാൽ യെസ്, നന്നാക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. മേക്കപ്പ് ലേശം കൂടിപ്പോയോ ചേട്ടായി എന്ന് ചോദിച്ചാൽ കുറച്ച് കൂടിപ്പോയി എന്നായിരുന്നു എനിക്ക് ഇത്ര നേരം തോന്നിയിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ബൈക്ക് കാണുന്നു. ഇന്നൊരു ദിവസം മൊത്തം ബൈക്ക് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ പേസണം പഴകണം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ദിവസം മൊത്തം അതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഈ ഒരു ബൈക്ക് നല്ലപോലെ സെയിൽസ് നമ്പേഴ്സ് അച്ചീവ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ ഈ ഒരു ബൈക്കിൻ്റെ ഒരു സിഗ്നേച്ചറായി മാറാനും ചാൻസ് ഉണ്ട്. ഇതുപോലെ ഓവറാക്കി എന്ന് പറഞ്ഞ ഡിസൈനുകളൊക്കെ പിന്നീട് ഇന്ത്യക്കാരും മലയാളികളും കൈയോടെ സ്വീകരിച്ച ചരിത്രമാണ് നമുക്കുള്ളത്. ബജാജിൻ്റെ പ്ലാന്റിൽ ഡിസൈനേഴ്സിൻ്റെ പഞ്ച് ഔട്ട് ടൈം വൈകിട്ട് 6 മണിക്കാണ് തോന്നുന്നത്. കാരണം അവർ കഷ്ടപ്പെട്ട് രാവിലെ 9 മണി മുതൽ ഫ്രണ്ടിൽ നിന്ന് ഡിസൈൻ ചെയ്ത് വന്ന് ലാസ്റ്റ് ഏതാണ്ട് ഈ ഒരു ഭാഗം എത്തിയപ്പോഴേക്കും വൈകിട്ട് 6 മണിയായപ്പോൾ അവർ എന്ത് ചെയ്തു, പഞ്ച് ഔട്ട് ചെയ്ത് പോയി. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ എന്ത് ചെയ്തു, NS200ൻ്റെ ടൈലായിട്ട് എളുപ്പപ്പണിക്ക് അങ്ങ് എടുത്ത് ഫിറ്റ് ചെയ്തു. അതിലെനിക്ക് ചെറിയൊരു പരാതിയുണ്ട്. റിയർ എൻഡിനും കൂടി കുറച്ചും കൂടി ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ലുക്ക് കൊടുക്കാമായിരുന്നു. ക്വാളിറ്റി, ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിക്സ് ബാഗായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലെ സ്വിച്ച് ഗിയർ, ഹാൻഡ് ഗ്രിപ്പ്, മിറേഴ്സ്, പെയിൻറ്റ് ക്വാളിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് നോച്ചാണ്. ഏതൊരു ജാപ്പനീസ് മാനുഫാക്ചറിനും എല്ലാം ഭാഗത്തിനുള്ള ക്വാളിറ്റിയിലാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ബാക്കിലോട്ട് വരുമ്പോഴേക്കും ചില പ്ലാസ്റ്റിക്കുകളുടെ ഫിനിഷും അതിൻ്റെ ഒരു ഫിറ്റും കാര്യങ്ങളൊക്കെ, ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ താഴെ നമ്മുടെ പെരിമീറ്റർ ഫ്രെയിമിൻ്റെ അവസാനിക്കുന്ന ഭാഗത്ത് നമ്മുടെ ഡോമിനാറിൻ്റെ ഫുഡ് പെഗിൻ്റെ മൗണ്ടിങ് പോയിൻറ്റ്സ് തോന്നുന്നു, അതൊക്കെ അങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ബജാജിന് ശ്രദ്ധിക്കാം. പിന്നെ ഇതൊരു പ്രീ പ്രൊഡക്ഷൻ യൂണിറ്റാണ്. നമ്മൾ ജേർണലിസ്റ്റുകളുടെ നിന്നുള്ള ഫീഡ്ബാക്ക് എല്ലാം വാങ്ങിച്ചിട്ട് ബജാജ് ഇനിയും ഇംപ്രൂവ് ചെയ്യുമെന്നാണ് നമുക്ക് വാക്ക് തന്നിട്ടുള്ളത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ടേൺ ബൈ ടേൺ നാവിഗേഷൻ, 4 റൈഡിംഗ് മോഡ്സ്, ട്രാക്ഷൻ കൺട്രോൾ ആൻഡ് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ്. വണ്ടിക്ക് 1.85 വിലയുള്ളെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഈ ഒരു വിലയിൽ നമുക്ക് കിട്ടും കേട്ടോ. സോ ഇറ്റ്സ് എ ഫീച്ചർ റിച്ച് ബൈക്ക്. NS400Z ഞാൻ ആദ്യം തന്നെ ഓടിച്ചത് ബജാജിൻ്റെ ടെസ്റ്റ് ട്രാക്കിലാണ്. ആദ്യത്തെ 2 ലാപ്പ് അധികം പുഷ് ചെയ്യാതെ ഓടിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്നാണ് തോന്നിയത്. NS200നേക്കാൾ ടൈറ്ററായ റേക്ക് ആംഗിൾ ആയതുകൊണ്ട് ഫ്രണ്ട് എൻഡിൽ അത്യാവശ്യം നല്ലപോലെ കോൺഫിഡൻസ് തോന്നി. ഹാൻഡ്ലിങ്ങും നല്ല ഷാർപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഡയറക്ഷൻ ചേഞ്ചസ്, കോർണർ എൻട്രി, മിഡ് കോർണർ സ്റ്റെബിലിറ്റി എല്ലാം അടിപൊളിയായി തോന്നിയപ്പോൾ ഞാൻ ഒന്നും കൂടി പുഷ് ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യം തന്നെ ഞാൻ ഡിസ്ക്ലെയിമർ തരാം, NS400Zന് ഒരു ട്രാക്ക് മെഷീൻ ആയിട്ടൊന്നുമല്ല ഇവിടെ ബജാജ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ബൈക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ KTM 390 ഡ്യൂക്കോ RC 390 കൺസിഡർ ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് കുറച്ചും കൂടി ഒരു സ്ട്രീറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബൈക്ക് ആയതുകൊണ്ട് തന്നെ പുഷ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് പോരായ്മകൾ നമ്മൾ കണ്ടെത്തി. സോഫ്റ്റായി സെറ്റപ്പ് ചെയ്ത സസ്പെൻഷനും പൊതുവെ ടോപ്പ് ആൻഡ് ഹെവിയായ NS പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ക്യാരക്ടറും ആവറേജ് ഗ്രിപ്പ് ലെവലുള്ള MRF ടയേഴ്സും അതുപോലെ തന്നെ ഫീഡായി പോകുന്ന നോർമൽ ബ്രേക്ക് പാഡ്സും ഒന്നും NS400ൻ്റെ ട്രാക്കിൽ ഒരു പെർഫോമറാക്കി മാറ്റുന്നില്ല. ബ്രേക്ക് ചെയ്ത് കോർണർ എൻ്റർ ചെയ്യുമ്പോൾ കുറച്ച് നെർവസായി തോന്നുന്ന ഒരു ഫ്രണ്ട് എൻഡും മിഡ് കോർണർ അഡ്ജസ്റ്റ്മെൻറ്റ്സും ക്വിക്ക് ഡയറക്ഷൻ ചേഞ്ചസും ഒക്കെ ചെറുതായിട്ട് ലാഗ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഷാസി സെറ്റപ്പും മിഡ് കോർണർ ഫീഡ്ബാക്ക് ഒന്നും തരാത്ത ടയേഴ്സ് കൂടിയാകുമ്പോൾ എനിക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പിടികിട്ടി. ഇതൊരു പക്ക സ്ട്രീറ്റ് ബൈക്കാണ്.
NS400Z വാങ്ങുന്ന 99% കസ്റ്റമേഴ്സും ഇതുപോലെ ട്രാക്കിൽ കൊണ്ടുവന്ന ഈ ഒരു ബൈക്ക് പുഷ് ചെയ്യില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ബജാജ് ഇതിന് ഒരു സ്ട്രീറ്റ് ഫ്രണ്ട്ലി ഡൈനാമിക്സ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ട്രാക്കിലെ പരിപാടികളെല്ലാം നമ്മൾ അവസാനിപ്പിച്ച് റോഡിലോട്ട് ഇറങ്ങി. ട്രാക്കിൽ ടോപ്പ് ആൻഡ് പെർഫോമൻസ് കുറവാണ് എന്ന് തോന്നിയ ഈ ഒരു 373cc എഞ്ചിൻ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കിങ് ആണ്. ഡോമിനാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിയർ സ്പ്രോക്കറ്റിൽ ഒരു ടീത്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ നല്ല ക്രിസ്പാണ്. ടോപ്പ് എൻഡ് അല്ലെങ്കിൽ ടോപ്പ് സ്പീഡ് കോംപ്രമൈസ് ചെയ്ത് ഇനീഷ്യൽ ആക്സിലറേഷൻ കൂട്ടാനും അതുപോലെ തന്നെ എപ്പോഴും അതിൻ്റെ കറക്റ്റ് പവർ ബാൻഡിൽ നിർത്താനുമായിട്ട് ചെയ്ത ഈ ഒരു ഡിസിഷൻ അടിപൊളിയാണെന്ന് എനിക്ക് തോന്നി. 4000 തൊട്ട് ഒരു 6000 RPM വരെ നല്ല ടോർക്കി ആയിട്ടാണ് എഞ്ചിൻ ഫീൽ ചെയ്തത്. ഈ ഒരു സമയത്ത് എക്സോസ് നോട്ടും കേൾക്കാൻ നല്ല രസമാട്ടോ. NS200 പോലെയുള്ള ഒരു എക്സോസ് നോട്ടല്ല, എന്നാൽ ഡോമിനാറിൻ്റെ പോലെ ക്യാരക്ടറൊക്കെ കളഞ്ഞ് ചുമ്മാ ബേസ് കൂട്ടിയ ഒരു സെറ്റപ്പും അല്ല. കറക്റ്റ് ബാലൻസ് ആണ്. എനിക്ക് പേഴ്സണലി എക്സോസ് നോട്ട് നല്ല പോലെ ഇഷ്ടമായി, എസ്പെഷ്യലി ഫ്ലിപ്പൊക്കെ ചെയ്ത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഒരു 7000 മുതൽ 8500 RPM വരെയാണ് ഹോഴ്സ് പവർ അതിൻ്റെ കറക്റ്റ് പണിയെടുക്കുന്നത്. ഈ ഒരു റവ് റേഞ്ചിലാണ് മാക്സിമം സ്പീഡും ഗെയിൻ ചെയ്യുന്നത്. 8700 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള റവ് റേഞ്ചിൽ പവറൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ റവ് ചെയ്ത് കഷ്ടപ്പെടുത്തിയിട്ട് കാര്യമില്ല. റൈറ്റ് ബൈ വയർ ത്രോട്ടിൽ വന്നതിൻ്റെ മാറ്റം നല്ലപോലെ അറിയാനുണ്ട്. നല്ല പ്രിസൈസ് ആണ് ത്രോട്ടിൽ. ഓൺ ആൻഡ് ഓഫ് ട്രാൻസിഷനും നല്ല സ്മൂത്ത് ആയിട്ടാണ് തോന്നിയത്. പൊതുവേ BS6 E20 കോമ്പാറ്റബിൾ ബൈക്കുകൾ നമ്മൾ കണ്ടുവന്ന ഒരു അടഞ്ഞ രീതിയിലുള്ള ഒരു ആക്സലറേഷനാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത്. പക്ഷേ ഇത്രയും പവറുള്ള BS4 ബൈക്കുകൾ നിങ്ങൾ അധികം ഓടിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം തോന്നില്ല. ക്ലച്ചും ഗിയർ ബോക്സിൻ്റെ ഒക്കെ ഒരു ഫീല് ഡോമിനാറുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. പക്ഷേ ഗിയർ ബോക്സ് കുറച്ചും കൂടി സ്ലിക്കാക്കായിരുന്നു. നമ്മളിപ്പോൾ റീസെൻ്റ്ലി N250 കണ്ട ഒരു ലെവൽ ഓഫ് ക്ലച്ചിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും റിഫൈൻമെൻറ്റ് നമുക്കിവിടെ സത്യം പറഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ഒരു ഗിയർ ബോക്സും ഈ ഒരു എഞ്ചിനൊക്കെ ഉപയോഗിച്ച ആൾക്കാർക്ക് അറിയാം, ഇത് ഓടി നല്ലപോലെ റിഫൈൻഡ് ആവുന്ന ഒരു ഗിയർ ബോക്സാണ്. ഒരു 10000 കിലോമീറ്ററെങ്കിലും മിനിമം ഓടിയാലേ അത് അതിൻ്റെ ഒരു ബെസ്റ്റ് പെർഫോമൻസിലോട്ട് എത്തുള്ളൂ. ട്രാക്കിൽ മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് തോന്നിയ ബ്രേക്സ് റിയൽ വേൾഡ് കണ്ടീഷൻസിലും അതുപോലെ തന്നെ കേട്ടോ ബിഹേവ് ചെയ്തത്. ബൈറ്റ് പൊതുവെ കുറവാണ്, പ്രോഗ്രഷനും കുറവാണ്. അതുപോലെ തന്നെ ABSൻ്റെ ഇൻട്രൂഷൻ കുറച്ച് കൂടുതലായിട്ട് തോന്നി. നല്ലൊരു സിൻഡേഡ് ബ്രേക്ക് പാഡ്സും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ടയേഴ്സ് ഇട്ടാൽ ഈ പ്രശ്നം അങ്ങ് തീർന്നു കിട്ടും. അതുമാത്രമല്ല സിൻഡേഡ് ബ്രേക്ക് പാഡ്സ് ഷോറൂമിൽ തന്നെ ഒരു ഓപ്ഷണൽ ആക്സസറി ആയിട്ട് ലഭ്യമാക്കാനും ബജാജ് പ്ലാൻ ഇട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി സസ്പെൻഷൻ്റെ കേസ് നോക്കിയാൽ നമ്മുടെ റോഡുകൾക്ക് പറ്റുന്ന രീതിയിലാട്ടോ ട്യൂൺ ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്, വലിയ മോശമില്ലാത്ത ട്രാവലുണ്ട്. 130 mm ട്രാവലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് NS400Z ഫീൽ ചെയ്തത്. നമ്മൾ ടൂറിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ ഹൈവേയിൽ കാണുന്ന ചെറിയ ബമ്പുകളും ഇനി സിറ്റി യൂസേജിലാണെങ്കിൽ നമ്മുടെ സിറ്റിയിൽ കാണുന്ന ഹമ്പുകളും കുഴികളൊക്കെ വലിയ മോശമില്ലാതെ അത്യാവശ്യം കംഫർട്ടബിളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് NS400Z. പക്ഷേ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് വരുമ്പോൾ നമുക്ക് ട്രേഡ് ഓഫ് നടത്തേണ്ടത് ഹാൻഡ്ലിങ്ങിലാണ്. അതായത് നമ്മൾ ഈ ഒരു ബൈക്കിന് അതിൻ്റെ ലിമിറ്റിലോട്ട് പുഷ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നെർവസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് NS400Z. ഇനി ഹീറ്റ് മാനേജ്മെൻറ്റ് നോക്കിയാലും അടിപൊളിയായിട്ടാട്ടോ തോന്നിയത്. പൂനെയിൽ നല്ല പൊള്ളുന്ന ചൂടാണ്. ആ ചൂടത്ത് നമ്മൾ ട്രാക്കിൽ ഈ ബൈക്ക് പുഷ് ചെയ്തിട്ട് പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു ഹീറ്റും ആക്ച്വലി ഫീൽ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ബ്ലൂടൂത്തും ബാക്കി റൈഡിംഗ് മോഡ്സും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിതിൻ്റെ LCD കൺസോൾ കാണുമ്പോൾ യൂസ്ഫുൾ ആകുമോ എന്നൊരു സംശയം ആദ്യം തോന്നുമെങ്കിലും ഒരു പ്രാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാണ്. 4-way ടോഗിൾ സ്വിച്ച് ആയതുകൊണ്ട് തന്നെ നല്ല ഇൻറ്റ്യൂട്ടീവാണ് യൂസ് ചെയ്യാൻ. നമുക്ക് അതുപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ കീസിന് ഷോർട്ട് കട്ട്സ് അസൈൻ ചെയ്യാൻ പറ്റും. അതിൽ ബ്ലൂടൂത്ത് കണക്ഷൻ, റൈഡിംഗ് മോഡ്സ് അങ്ങനെ വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു സ്ക്രീനിൻ്റെ സൈസ് കുറച്ച് ചെറുതാണെങ്കിലും അതിൽ നമുക്ക് മ്യൂസിക്, ടേൺ ബൈ ടേൺ നാവിഗേഷൻ, കോൾസ്, SMS എല്ലാം തന്നെ കാണാൻ പറ്റും. ഈ ഒരു LCD പാനലിൻ്റെ വിസിബിലിറ്റിയിലും വലിയ കുഴപ്പമൊന്നും പറയാനില്ല. ഈവൻ ഡയറക്റ്റ് സൺലൈറ്റിൽ പോലും നമുക്ക് കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് വായിച്ചെടുക്കാൻ പറ്റി. പക്ഷേ നിങ്ങൾ എന്നെപ്പോലെ ഒരു ഇറിഡിയം വൈസറാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില ആംഗിളിൽ സ്ക്രീൻ കാണാൻ പറ്റാതാവും. അത് സ്ക്രീനിൻ്റെ കുഴപ്പമല്ല, നിങ്ങൾ യൂസ് ചെയ്യുന്ന വൈസറിൻ്റെ കുഴപ്പമാണ്. റൈഡിംഗ് മോഡ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് സ്പോർട്ട് മോഡാണ്. റോഡ് മോഡ് ഞാൻ ചെറുതായിട്ട് യൂസ് ചെയ്തു. അതിൽ നമുക്ക് വലിയ വ്യത്യാസം സത്യം പറഞ്ഞാൽ തോന്നിയില്ല. പക്ഷേ റൈഡ് മോഡിൽ പവർ കുറച്ച് കുറവാണ് എന്നുള്ളത് ആക്ച്വലി ഫീൽ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെയാണ് ഓഫ് റോഡ് മോഡും. നിങ്ങളൊരു ബിഗിനർ റൈഡർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെയിൻ ആൻഡ് ഓഫ് റോഡ് മോഡ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. NS200Zക്ക് ബജാജ് പറയുന്ന മൈലേജ് 28 km/ലിറ്റർ ആണെങ്കിലും റിയൽ വേൾഡ് കണ്ടീഷൻസിൽ ഹൈവേയിലൊക്കെ നമ്മൾ ആ LCD പാനലിൽ അപ് ടു 34 km/ലിറ്റർ വരെ കാണാൻ സാധിച്ചു. ഒരു ഫുൾ ഫ്ലെഡ്ജ് 400cc ബൈക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഒരു ഔട്ട്റൈറ്റ് ആക്സിലറേഷനും ആ ഒരു ലെവൽ ഓഫ് സ്റ്റെബിലിറ്റി, ഷാർപ്നെസ്സും ആണ് നമുക്കിവിടെ ആകെ കുറവായിട്ട് തോന്നുള്ളൂ. ഇത് പ്രൈസ് വെച്ച് കോമ്പീറ്റ് ചെയ്യുന്നത് ഈ 400cc ബൈക്കുകളോടൊന്നുമല്ല. 150 to 250cc ആ ഒരു സെഗ്മെൻറ്റിലുള്ള ബൈക്കുകളോടാണ് ഇത് പ്രൈസ് വെച്ച് കോമ്പീറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനൊരു പെർഫെക്റ്റ് ബൈയിങ് അഡ്വൈസ് ഞാൻ പറയാം. ഞാൻ നിങ്ങൾ ബയേഴ്സിനെ 3 കാറ്റഗറിയിലേക്ക് തിരിക്കും. ആൻഡ് ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഈ ബൈക്ക് വാങ്ങേണ്ടതും വാങ്ങേണ്ടാത്തതും ഞാൻ പറയാം. അതിൽ നമ്പർ 1 പൾസർ ഫാൻ ബോയ്സ് ആണ്. നിങ്ങളൊരു പ്രോപ്പർ പൾസർ ഫാൻ ബോയ് ആണ്, എൻ്റെ ഒരു 2 ലക്ഷം രൂപ റേഞ്ചിൽ ബൈക്ക് വാങ്ങിക്കാൻ നോക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എക്സ്ക്യൂസ് ഒന്നുമില്ല, ഈ ബൈക്ക് എടുത്തേ പറ്റൂ. നമ്പർ 2
ന്യൂട്രൽ ബയേഴ്സാണ്. അതായത് അവർക്ക് വാല്യൂ ഫോർ മണി വേണം, ഫീച്ചേഴ്സ് വേണം, പവർ വേണം, പെർഫോമൻസ് വേണം, കംഫർട്ട് വേണം, അതെല്ലാം ഒരു ന്യായമായ വിലയ്ക്ക് വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പെർഫോമൻസ് ആണ് വേണ്ടെങ്കിൽ യെസ്, നിങ്ങൾക്ക് പൾസർ NS400Gയിൽ അത് തീർച്ചയായും കണ്ടെത്താൻ പറ്റും. ഫീച്ചേഴ്സ് ആണോ വേണ്ടത്? യെസ്, അതും ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെയൊക്കെ നോക്കി കഴിയുമ്പോൾ ഇറ്റ്സ് എ ബാർഗെയിൻ. നിങ്ങൾക്കും ഈ ഒരു ബൈക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാവുന്നതാണ്. ആൻഡ് മൂന്നാമത്തേത് പൾസർ ഹേറ്റേഴ്സാണ്. നിങ്ങൾ ഈ ബൈക്ക് വാങ്ങരുത്. നിങ്ങൾക്ക് ഈ ബൈക്ക് വാങ്ങിച്ചാൽ ഇല്ലാത്ത കുറ്റം കൂടി തോന്നുള്ളൂ. നിങ്ങൾ ഓൺലൈനിൽ ഹെയ്റ്റ് കമൻറ്റ്സ് മാത്രം ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ അതെല്ലാമായിരുന്നു NS400Gയുടെ വിശേഷങ്ങൾ. വളരെ ചെറിയ റൈഡായിരുന്നു ടു ബി ഓണസ്റ്റ്. നോർമലി ബജാജ് നമുക്ക് ഒരുപാട് ടൈം ബൈക്കിൻ്റെ ഒപ്പം തരാറുണ്ട്. ഇന്ന് ട്രാക്കിൽ ടൈം തന്നു, യെസ് ശരിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ സത്യം പറഞ്ഞാൽ വെറും 50-54 കിലോമീറ്റർ മാത്രമാണ് ഓടിച്ചത്. സോ ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് റിവ്യൂ നമുക്ക് ഈ ബൈക്ക് നാട്ടിൽ കിട്ടുമ്പോൾ നമ്മൾ ചെയ്യും. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷനായിട്ട് കരുതിയാൽ മതി. ആൻഡ് ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ദിസ് ഈസ് ബാബു ആൻ്റണി സൈനിങ് ഓഫ്.